ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു പുതിയൊരു അപ്ഡേറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ അപ്ഡേറ്റ് അടിപൊളി ഒരു അപ്ഡേറ്റ് ആണ്. പറയാൻ കാരണം ചില അപ്ഡേറ്റുകൾ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഇതുപോലുള്ള അപ്ഡേറ്റുകളാണ് നമുക്ക് വേണ്ടതെന്നുള്ളത്. കാരണം ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല രീതിയിലും വളഞ്ഞു പോക്ക് പിടിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു അപ്ഡേറ്റ് വഴി നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് അത് വളരെ സെക്കൻഡ് വെച്ച് നമുക്ക് ചെയ്തു എടുക്കാൻ സാധിക്കും. അതിനു മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തുടർന്ന് ലൈക്ക് ബട്ടൺ പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. മൊബൈലിൽ വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു പുതിയൊരു അപ്ഡേറ്റ് ആണ്. അടിപൊളി അപ്ഡേറ്റ് ആണ്. വാട്സപ്പ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന പുതിയ പുതിയ മാറ്റങ്ങൾ, നമുക്ക് പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ നമുക്ക് ഓരോരോ ദിവസങ്ങളും വരാറുണ്ട്. പക്ഷേ ഈ അപ്ഡേറ്റ്സുകളൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ വാട്സപ്പ് ഒന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ അപ്ഡേറ്റ് ഉണ്ടോ, അതായത് അപ്ഡേഷൻ വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് സെർച്ച് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ വാട്സപ്പിൽ എൻ്റെ അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു സമയം വല്ലാതെ അധികം നഷ്ടമാണ്. മാത്രമല്ല പുതിയ പുതിയ അപ്ഡേറ്റുകൾ വരുന്നോന്നും നമുക്ക് പുതിയ ഓപ്ഷൻസ് വരുന്നോന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അതിന് വളരെ സൗകര്യമായിട്ട് വാട്സപ്പ് തന്നെ ഇപ്പോൾ ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് 3 ഡോട്ട്സ് കാണുന്നില്ല, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മോർ ഓപ്ഷൻസ് ആണത്. അവിടെ സെറ്റിംഗ്സ് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇത് എല്ലാവരുടെ ഫോണിലും ഈ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ടാവും. വരാത്തവരാണെങ്കിൽ അത് അപ്ഡേറ്റ് കൊടുത്താൽ അത് വരേണ്ടതാണ്. അങ്ങനെ നമുക്ക് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇൻവൈറ്റ് എ ഫ്രണ്ട് കാണിക്കുന്നതിന് തൊട്ട് താഴെയായിട്ട് ആപ്പ് അപ്ഡേറ്റ്സ് പറയുന്ന ഒരു പുതിയൊരു ഓപ്ഷൻ ഇവിടെ വന്നത് കാണാം. ആപ്പ് അപ്ഡേറ്റ്സ് എന്നുള്ള ഈ ആപ്പ് അപ്ഡേറ്റ്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം നമുക്ക് ഓട്ടോ അപ്ഡേറ്റ് വാട്സപ്പ് എന്നുള്ളത്. അതായത് ഇത് നമ്മൾ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പ് തന്നെ നമുക്ക് വന്നിരിക്കുന്ന ഓരോരോ അപ്ഡേറ്റുകളും ഓരോരോ ഓപ്ഷൻസും ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആവും. നമുക്ക് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും നമുക്ക് വരുന്നില്ല. അത്രയും ഈസി ആയിട്ട് നമുക്ക് വാട്സപ്പ് ഉപയോഗിക്കാൻ പറ്റുന്ന അർത്ഥം. ഇനി നമുക്കത് ഇവിടെ കണ്ടില്ലേ, ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. ഓഫ് ചെയ്ത് വെച്ചാണെങ്കിൽ നിങ്ങൾക്ക് ഈ അപ്ഡേറ്റ്സുകളൊന്നും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വർക്ക് ആവില്ല. നിങ്ങൾക്ക് അത് പ്ലേ സ്റ്റോറിൽ തന്നെ പോകേണ്ടി വരും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ലത് ഓട്ടോ അപ്ഡേറ്റ് ഓൺ ആക്കി വെക്കുന്നതാണ്. ഇതേപോലെ നിങ്ങൾക്ക് ഓഫ് ആക്കണമെന്നുണ്ടെങ്കിൽ ഓഫ് ആക്കാനുള്ള ഓപ്ഷനും അതിലുണ്ട്. ടേൺ ഓഫ് ആണ്, ടേൺ ഓഫ് കൊടുത്താൽ മതി. പക്ഷേ അപ്പോൾ നമുക്ക് എന്താണ്, വാട്സപ്പിലുള്ള അപ്ഡേഷൻസ്, അതായത് പുതിയ പുതിയ ഓപ്ഷൻസ് ഒന്നും നമുക്ക് ഓട്ടോമാറ്റിക്കലി എനേബിൾ ആയി വരില്ല. അപ്പോൾ അതുകൊണ്ട് ഓട്ടോ അപ്ഡേറ്റ് എപ്പോഴും എനേബിൾ ചെയ്ത് വെക്കാൻ മറന്നു പോകരുത്. അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് കാണിക്കുന്നുണ്ട് നോട്ടിഫിക്കേഷൻസ് പറഞ്ഞിരിക്കുന്ന മറ്റൊരു ഓപ്ഷൻ കൂടി കാണിക്കുന്നുണ്ട്. ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പുതിയ പുതിയ അപ്ഡേറ്റുകൾ വരുന്ന സമയത്ത് നമുക്കതൊരു നോട്ടിഫിക്കേഷൻ ബാറിൽ വന്ന് കാണിച്ചു തരും. അതായത് ഇന്ന പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ വാട്സപ്പിൽ വന്നിട്ടുണ്ട് എന്നുള്ള നോട്ടിഫിക്കേഷൻ വന്ന് കാണിച്ചു. അത് വളരെ ഉപകാരമുള്ള ഒരു കാര്യമാണ് അല്ലേ? കാരണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്ന ഓപ്ഷൻസ് വന്നിട്ടുണ്ടോ എന്നുള്ളത്. കാരണം പല ഫോണിലും പല വാട്സപ്പിലും വരുന്നത് പല രീതിയിലാണ് അപ്ഡേറ്റ്സ് വരുന്നത്. അതായത് എൻ്റെ ഫോണിൽ വന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ ഫോണിൽ വന്നോളം നിർബന്ധമില്ല. അപ്പോൾ നമുക്ക് എന്തെല്ലാം അപ്ഡേറ്റ്സുകൾ വന്നിട്ടുണ്ടെന്നുള്ള അറിയണമെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ഫോണിലേക്ക് വന്നോളും. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടി പറഞ്ഞുതരാം. അതിന് ചെയ്യേണ്ടത്, സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ കാണുന്ന ആപ്പ് അപ്ഡേറ്റ്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് ഓട്ടോ അപ്ഡേറ്റ്സും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസും രണ്ടും ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. ഇത് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോണിൽ ഇപ്പോൾ തന്നെ ചെയ്ത് വെക്കാൻ മറന്നു പോകരുത്. ഈ അപ്ഡേറ്റ് എങ്ങനെയുണ്ട്? വളരെ യൂസ്ഫുൾ അല്ലേ? ഇതിന് നമുക്ക് വളഞ്ഞ് മൂക്ക് പിടിക്കേണ്ട ആവശ്യമില്ല. അതായത് നമുക്ക് സാധാരണ നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറി വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യുക, അങ്ങനത്തെ ആവശ്യങ്ങളൊന്നുമില്ല. നമുക്ക് ഇപ്പോൾ വാട്സപ്പ് തന്നെ നമുക്ക് ഇതേപോലുള്ള ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് ഏത് അപ്ഡേറ്റ് വരികയാണെങ്കിലും നമുക്ക് ഓട്ടോമാറ്റിക്കലി വാട്സപ്പ് തന്നെ അത് അപ്ഡേറ്റ് ആയിക്കോളും. പുതിയ പുതിയ ഓപ്ഷൻസ് നമുക്ക് ആഡ് ആയിട്ട് വരികയും ചെയ്യും. ഇതുപോലുള്ള വളരെ ഇൻഫർമേറ്റീവ് ഉള്ള വീഡിയോസാണ് എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതാണ്, സബ്സ്ക്രൈബ് ചെയ്ത കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. ഇനിയും ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി വരുന്നവരെ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.